ഹലോ, വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. പിന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്ന് ഞങ്ങൾ കേരളപ്പഴനിക്ക് പോവാണ്. ആദ്യം ഒന്ന് തൊട്ട് വിളിച്ച് ഹായ് പറയാണ്. അപ്പോൾ ദേ ഇപ്പോൾ ടൗണിൽ എത്തിയിട്ടാ. രാവിലെ ഒന്ന് പോകുന്ന കാര്യം സർപ്രൈസായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊന്നും അറിഞ്ഞില്ല. ഞാൻ നേരത്തെ കിടന്നുറങ്ങിയിട്ടോ. രാവിലെ എന്ന് വെച്ചപ്പോൾ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലമായിരിക്കുന്നു. പിന്നെ നമ്മ പറഞ്ഞ് കേരളപ്പഴനിക്ക് പോകണേന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേഗം വീടി പോകുന്നതാണ്. പിന്നെ പകുതി വഴി കഴിഞ്ഞപ്പോൾ ആദ്യോട്ടിന് വയ്യാണ്ട് കോട്ടുവായൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയേ. അപ്പോൾ എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു, അവനും വിശക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവിടെ എത്തുന്നവർ കിടന്നു. ഞാൻ അച്ഛൻ വണ്ടി കുറച്ച് സ്പീഡിൽ ഓടിച്ചുട്ടാ. പിന്നെ ദേ അവിടെ എത്താണ് കേട്ടോ. ദേ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. ഇവിടെ മുന്നിൽ തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെ കയറി പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ കയറാൻ പോവാണ്. നമ്മളെ അവിടുത്തെ പഴനീൻ്റെ അത്ര സ്റ്റെപ്പുകളൊന്നുമില്ല. കേരള പഴനീൻ്റെ അവിടെ അത്ര കൂടുതലൊന്നുമില്ല. എന്നാലും പകുതി കയറിപ്പിക്കലും ക്ഷീണമൊക്കെ വന്ന് ഈ കാലൊക്കെ കഴിച്ചു തുടങ്ങി. പിന്നെ ഇവിടെ നിന്ന് നോക്കാൻ അത്യാവശ്യം നല്ല രസമാണ് കാണാനൊക്കെ. വീണ്ടും കയറുന്നു. തിരികെ കൂടുതലുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. മുകളിലൂടെ താഴെ കാണാൻ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. അങ്ങനെ വീണ്ടും പടിയുണ്ട്. ഞാൻ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് തീരുന്നില്ലേ, വീണ്ടും പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ പോന്നു. കുറച്ച് നേരമല്ല, അത് എത്തിയത് വേഗം കയറാമായിരുന്നു. മുകളിൽ നോക്കാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ദേ ഇവിടെ എത്താനായി. ഇനിയൊരു പടിയും കൂടി ഉണ്ട്. അതിന് എത്തിപ്പോയിരിക്കുന്നു ഗായ്സ്. എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. അങ്ങനെ നല്ല വലിയ നല്ല ഭംഗിയുള്ള പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയുള്ള ഒരു അമ്പലമുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അമ്പലത്തിന് മുന്നിൽ വെച്ച്. ഇതേ ഇവിടെ കുറേ പേരുണ്ട്, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ഞായറാഴ്ചയാണ് കേട്ടോ. പിന്നെ ഇതെവിടെ മോളിൽ നോക്കാൻ ഉണ്ടോ, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. വഴിപാട് ചീട്ടെടുക്കാൻ അച്ഛൻ വഴിയിൽ നിൽക്കാനിട്ടപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അതിവിടെ കാഴ്ച കണ്ട് ആസ്വദിച്ചിരുന്നു. ഇടയ്ക്ക് ആദ്യമായിട്ടൊന്നും നോക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്നിട്ട് കുറേ കുഞ്ഞ് ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മുട്ട അടിക്കാനൊക്കെ വരുന്നത്. ഇവിടുന്ന് താഴത്തേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ, ഇഷ്ടപ്പെട്ടു. അപ്പം അച്ഛൻ്റെ കഴിയാനായിട്ടാ. അപ്പം അമ്പലത്തേക്ക് അച്ഛനെ കഴിഞ്ഞ് കയറണം. അതേ അമ്പലത്തിന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. അപ്പം അമ്പലത്തേക്ക് കയറാൻ പോവാണ്.
കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ചോറുണ്ണാനൊക്കെ പോയിട്ടോ. അമ്പലത്തിൻ്റെ ഉൾഭാഗം ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഇതേ അവിടെ ചോറിനാൻ കൊണ്ട് പോവാണ്. എല്ലാവരും ഇരുന്ന് ചോറിനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ വന്നേ. അപ്പോൾ ഇതേ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു. ഞാനും അനിയനെ ഇരുന്ന് കഴിച്ചു. ആ ചോറുണ്ടപ്പോഴാണ് ഇത്തിരിയെങ്കിലും ഒരു ആശ്വാസം വന്നേ. നല്ല ഉഷാറായി ചോറുണ്ടായിരുന്നപ്പോൾ. പിന്നെ ഇറങ്ങി പോവാണ്. ഇറങ്ങി വരുന്നതിൻ്റെ കുറച്ച് റീൽസൊക്കെ എടുത്തു. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇപ്പോൾ പോവാണ്. കുന്നിൻ്റെ മുകളിലാണ് കാറ് പാർക്ക് ചെയ്തത്. അപ്പോൾ കാർ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.